ഇടയ്ക്കിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം കുറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും. എവിടെ കുറയുന്നു? ഈ UDF അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ UDFന്റെ സീറ്റ് വിഭജനം മുതലേ അങ്ങോട്ട് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വെള്ളാപ്പള്ളിക്ക് എല്ലായിടത്തും ഇടം വേണം. UDFിലായാലും LDFിലായാലും NDAയിൽ പിന്നെ BDJS എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളിയുടെ ഒരു കേരള യാത്ര കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് BDJS രൂപീകൃതമായത്. ഈ BDJS രൂപീകൃതമായപ്പോൾ സംഭവിച്ച നഷ്ടമാർക്കാണ്? UDFിനാണ്. ഏത് മണ്ഡലത്തിൽ BDJS മത്സരിച്ചിട്ടുണ്ടോ അവിടെ UDFിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട്. നാട്ടിലേക്ക് ഉദാഹരണമാണ്. CPM വിജയിച്ചു പോയിട്ടുണ്ട്. ഇതറിയാവുന്ന കാര്യം തന്നെയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ മുഴുവൻ ചോർന്നുപോയി എന്ന് CPM പറയുന്നുണ്ട്. കോൺഗ്രസിനും അറിയാം. എങ്ങോട്ടേക്ക് പോയി? BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. UDF വേണ്ട തരത്തിലുള്ള പ്രാധാന്യം ഈഴവ സമുദായത്തിന് കൊടുക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ നമ്മൾ അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ലേ, അത് പറയും. എന്നാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു മുൻ മന്ത്രിയും ഇപ്പോൾ MP-യുമായിട്ടുള്ള ഈഴവ വിഭാഗത്തിൽപ്പെട്ട അടൂർ പ്രകാശ് തന്നെയാണ്. അടൂർ പ്രകാശ് MP തന്നെയാണ് പറയുന്നത് ഈഴവ സമുദായത്തെ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന്. ഇപ്പൊ എത്ര പേരുണ്ട് MLA-മാരിലെ ഈഴവര്? കെ ബാബു മാത്രം തൃപ്പൂണിത്തറയിൽ നിന്ന് വിജയിച്ച 2021 സ്വരാജ് എന്ന് പറയുന്ന ആ പുങ്കവനെ തോൽപ്പിച്ചു. 2016 ഒരു MLA മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്? അടൂർ പ്രകാശ് മാത്രം. ഒന്ന് നോക്കണേ, ഈഴവ പ്രാതിനിധ്യം എത്രത്തോളം കുറയുന്നു എന്നുള്ളത് നോക്കുക. ഈ 2016 അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന്, ഈ അടൂർ പ്രകാശിനെയാണ് 2019 കൊണ്ടുപോയ കോന്നിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. അവിടെ നിന്ന് അങ്ങ് വിജയിപ്പിച്ചു. ആറ്റിങ്ങൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. ഒടുവിൽ എന്തു പറ്റി? കോന്നി മണ്ഡലം പോവുകയും ചെയ്തു. അപ്പൊ കോന്നിയിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം പോയി. അപ്പൊ ഈഴവ വിഭാഗത്തെ എവിടെയെല്ലാം ഒതുക്കാമോ അത്തരത്തിലെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനെ ഒതുക്കിയില്ലേ? അദ്ദേഹം വടക്കുള്ള തീയ വിഭാഗത്തിൽ വരുന്നതല്ലേ? അപ്പോൾ ഏതൊക്കെ തരത്തിലാണ്? പക്ഷെ ഈ ഈഴവ വിഭാഗത്തെ ഒതുക്കുമ്പോൾ UDFന് അത് വലിയ ദോഷം ചെയ്യും എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അടൂർ പ്രകാശിന് അറിയാം. അടൂർ പ്രകാശിന് ഇപ്പൊ UDFന്റെ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടെ മത്സരിക്കണം. ഈ നിരവധി കോൺഗ്രസ് MP-മാർക്കും കേരളത്തിലേക്ക് തിരികെ വരണമെന്നാണ് ആഗ്രഹം. കാരണം ഈ നിരവധി MP-മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും മുതിർന്നവരാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാന്, ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, ഇങ്ങനെ പോവുകയാണ്. ഇവർക്കെല്ലാം എന്താണെന്നറിയാമോ? അവിടെ പോയി ഇരുന്നിട്ട് ഡൽഹിയിൽ ഇനി ഇരുന്നിട്ട് വലിയ കഥയൊന്നുമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല. രാഹുൽ ഗാന്ധി ഇങ്ങനെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാം. ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളില്ലേ, അതിനെ പോലെ. അല്ലാതെ ഒന്നും ഗുണം പിടിക്കത്തില്ല. പണ്ട് കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നു. AK ആന്റണി എന്താ അവിടെ നിന്നെല്ലാം പായന്ത്രത്ത് കെട്ടി ഇങ്ങി പോകുന്നത്? അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. AK ആന്റണി ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആകാമെന്ന് മോഹിച്ചിരുന്ന ആളാണ്. ഇപ്പൊ KPCC പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്ന് വലിയ മോഹത്തിൽ നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങ് തിരികെ പോന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഈ MP-മാരും. ഇവരെല്ലാം മുതിർന്ന MP-മാരാണ്. അവർക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ മത്സരിച്ചിട്ട് ജയിച്ചു വന്ന് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിയാകാമല്ലോ, ശിഷ്ടകാലം മന്ത്രിയായിരിക്കാം. ഈ കൊടിക്കുന്നിൽ സുരേഷ് 8ഓ 9ഓ തവണയായി മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇത്തവണയെങ്കിലും ഒന്ന് തോക്കുമെന്ന് വിചാരിച്ചു. അതും ഉണ്ടായില്ല. അതെങ്ങനെയാ തോക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി CPI-യുടെയാണ്. അവിടെ നേരെ വർക്ക് ചെയ്യാൻ ആളുണ്ടോ? CPM-കാരൊന്നും കാണത്തില്ല. CPI-യെ തോപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് CPM-കാർ. അങ്ങനെ കൊടിക്കുന്നിൽ വീണ്ടും കയറിപ്പോയി. പലരും വിചാരിച്ചു കൊടിക്കുന്നിൽ തോറ്റ് തുന്നം പാടിയിരിക്കും.
അതൊക്കെ ഉണ്ടായിട്ട് പോലും പിന്നെ അധികാരം വേറെ KPCC പ്രസിഡന്റ് സ്ഥാനം അത് ഇത് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി നെട്ടോട്ടമാണ് നടക്കുന്നത്. അപ്പം ഇത്തരത്തില് പലരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് അടൂർ പ്രകാശും. അടൂർ പ്രകാശ് പിന്നെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർത്തണം. റവന്യൂ മന്ത്രി ആയിരുന്നിട്ടുണ്ട്, നല്ല മന്ത്രിയായിരുന്നു. അദ്ദേഹം കോന്നിയിൽ ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങൾ വലിയ ജനപ്രീതിക്ക് ഇട നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലം ഇപ്പോൾ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അടൂർ പ്രകാശിനെ ഇറക്കിക്കഴിഞ്ഞാൽ. ഇതുപോലെയാണ് കെ മുരളീധരനെ വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ വട്ടിയൂർക്കാവ് ആണുങ്ങളുടെ കയ്യിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ഈ കോൺഗ്രസ് മനഃപൂർവ്വം അങ്ങനെ അങ്ങ് ആയിക്കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈഴവ പ്രാതിനിധ്യമുള്ള ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഏറെ ഈഴവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ കൺവീനർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ മഹാനായ ആർ ശങ്കറിന്റെ കാലഘട്ടത്തിൽ മന്നത്ത് പത്മനാഭനും അദ്ദേഹവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാവുന്ന അവസ്ഥയിലേക്ക് ആർ ശങ്കർ നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ അവസരമുണ്ടാക്കിയതാണ് അതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈഴവ പ്രാതിനിധ്യം കുറയുന്നതിന് വലിയ രീതിയിൽ തന്നെ അടൂർ പ്രകാശ് ചോദ്യം ചെയ്യുകയാണ്. ഈഴവ വിഭാഗത്തിലുള്ള വോട്ടുകൾ CPM-ൽ മാത്രമല്ല കോൺഗ്രസിലുമുണ്ട്. അല്ലാതെ എല്ലാ ഈഴവന്മാരും CPM-കാരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അടൂർ പ്രകാശ് പറയുന്നത് ആ പ്രാതിനിധ്യം കുറയുന്നത് ശരിയല്ല. അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. ഈ ഈഴവ വിഭാഗത്തിന് ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്കൊന്നും കൊടുക്കുന്ന ഒരു ലക്ഷണവുമില്ല. അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഇഷ്ടം പോലെ നിൽക്കുകയല്ലേ. അതൊക്കെ നായന്മാർക്ക്, മുന്തിയ നായന്മാർക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ അടൂർ പ്രകാശ് കാര്യമായിട്ട് രംഗത്തുണ്ട്. അടൂർ പ്രകാശിന് അതിശക്തമായിട്ട് ആവശ്യപ്പെടാം. UDF-ന്റെ കൺവീനർ കൂടിയായതുകൊണ്ട് ഈഴവ സമുദായത്തെ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യില്ല. അതായത് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും എന്ന് നന്നായിട്ട് അടൂർ പ്രകാശ് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ 2026 തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്ന് കെ ബാബു മത്സരിക്കില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2016 അദ്ദേഹത്തിന് ഏറ്റ തോൽവി അത് നല്ല തിരിച്ചടി കൊടുത്തു അദ്ദേഹം 2021 സ്വരാജിന്. ആ സ്വരാജിന് വലിയ ക്ഷീണവുമായി പോയി, വലിയ ചെറിയ വോട്ടുകൾക്ക് മാത്രം. എന്നാലും അദ്ദേഹത്തിന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കെ ബാബുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മണ്ഡലവുമായിട്ട് ഇത്രയും വലിയ ബന്ധം ഉള്ള ഒരാളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം വോട്ടർമാരുടെ പേരെടുത്ത് പറയാൻ തക്കവണ്ണം ഒരു ത്രാണിയുള്ള ഒരാളാണ്. അത്രയ്ക്ക് ബന്ധം അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട്. ആ ബന്ധം കൊണ്ട് തന്നെയാണ് 2016 തോറ്റു കഴിഞ്ഞിട്ടും ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹം കെ ബാബു പ്രയത്നിച്ചു. അതുകൊണ്ട് 2021 വിജയമുണ്ടായി. അപ്പോൾ കെ ബാബുവിനെ മാറ്റി നിർത്തുമ്പോൾ ഈഴവ പ്രാതിനിധ്യത്തിൽ നിന്ന് തൃപ്പൂണിത്തറയ്ക്ക് ആരെ കൊടുക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും സീറ്റ് കൊടുത്താലും മതി. പക്ഷെ വിജയിക്കുന്ന സേഫ് ആയിട്ടുള്ള ഇടങ്ങളിൽ തന്നെ കിട്ടുമോ എന്നുള്ളതിന് ഉറപ്പെന്താണ്? കാരണം ഈഴവ വിഭാഗത്തെ വെള്ളാപ്പള്ളി നടേശൻ ഈ കോൺഗ്രസിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വിമർശനം അതിര് കടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഈഴവ പ്രാതിനിധ്യത്തെ ഒതുക്കി നിർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഭരണം UDF-ലേക്ക് വരുമ്പോൾ വെള്ളാപ്പള്ളി ഇങ്ങോട്ടേക്ക് അടുക്കുമേ. കാരണം വെള്ളാപ്പള്ളി നിമിഷങ്ങൾക്കകം നിറം മാറി വരുന്ന സ്വഭാവം ഉണ്ടല്ലോ. CPM തോറ്റു കഴിഞ്ഞാൽ പിണറായി വിജയന് നന്നായിട്ട് കേൾക്കാം വെള്ളാപ്പള്ളിയുടെ വായിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈഴവ പ്രാതിനിധ്യം വേണ്ട തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിലും അടൂർ പ്രകാശും വെള്ളാപ്പള്ളി ഒരുപക്ഷെ കൈകോർത്ത് തന്നെ രംഗത്ത് വരും. അത് UDF-ലേക്ക് വലിയ പ്രശ്നങ്ങൾ പോലും സൃഷ്ടിക്കുകയും ചെയ്യും.